ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ ദുബായിൽ. ഇന്നലെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയി കാര്യമായിട്ട്. പിന്നെ ദുബായ് മോളിൽ പോയിട്ട് കുറേ കറങ്ങി. അപ്പം ഇന്ന് എമിറേറ്റ്സ് മോളിൽ പോകണമെന്നുണ്ട്. പക്ഷെ പുറത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറയുക, ഭയങ്കര ചൂടാണ്. നമുക്ക് നമ്മളെ നാട്ടിനേക്കാളൊക്കെ ഭയങ്കര ചൂടാവും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം പുറത്തിറങ്ങാൻ പറ്റണില്ല. പുറത്തിറങ്ങി കാറ് കയറുമ്പോൾ തന്നെ എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളിങ്ങനെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എമിറേറ്റ്സ് മോളിലേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട് അവൾ എന്തോ ആവശ്യത്തിന് എവിടെയോ പോയേക്കാം. അപ്പം ഞാൻ എടുത്തതാ, ഞാൻ കാണിക്കാമേ. ഇതാണ് പാംലെ വില്ലയാണ്. അപ്പം അവിടെയാണ് നമ്മള് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ വിചാരിക്കാറുണ്ട് എന്നാൽ നമ്മളെ നാട്ടിൽ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റാന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അത്ര പറ്റണ കാര്യമല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എവിടെ പോയാലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോകുമ്പോൾ അതൊരു ഡ്രൈവിങ് തന്നെയാണ്. ലെഫ്റ്റിലൂടെയാണോ കയറി വരിക, റൈറ്റിലൂടെയാണോ കയറി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡ്രൈവർ ഏത് സമയവും എന്ത് പ്രതിസന്ധിയും നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു ഡ്രൈവർ ആയിരിക്കണം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അപ്പം അങ്ങനെയുള്ളൊരു ഡ്രൈവർക്ക് ഏത് നാട്ടിൽ പോയാലും അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഡ്രൈവിങ്ങിന് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. പക്ഷെ കാറ് കണ്ടപ്പോൾ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ആയി തോന്നി. അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് വന്നു. ഇന്ന് ഹോട്ടലിലാണ് സ്റ്റേ. സോ 9ാമത്തെ ഫ്ലോറാണ് കേട്ടോ. ചെവി പടഞ്ഞ പോലെ. അടിപൊളി. ഇതിന്റെ വ്യൂ നോക്കട്ടെ കേട്ടോ. ഓ മൈ ഗോഡ് നാന, സീ, അടിപൊളി. ഓ അടിപൊളി. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ദുബായ് കാണാം. എനിക്ക് തോന്നുന്നു സ്കൈ ക്ലിയർ അല്ലായിട്ടാന്ന് തോന്നുന്നു. ഇതെല്ലാം കാണാം. ഓ ഇറ്റ്സ് ഫുൾ ബീച്ചാ. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ പേടിയാവും. ടോയ്ലറ്റ്. It's again a toilet. It's a bedroom. Again nice view. അടിപൊളി വ്യൂ. നാനസി, ഇത് വേറെ ഒരു ബെഡ്റൂമാണ്. ഇതിന് വേറെ വ്യൂ ആണ്. അത് ഇൻഡസ്ട്രിയൽ പോലത്തെ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നണേ. പക്ഷെ ഇത് JBR ആണ് കേട്ടോ. അഗെയിൻ ഒരു റിവർ. നല്ല ഗ്രീൻ കളർ സീ. വെള്ളം എടുത്ത് ഡീസോൾട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ അത് ആക്ച്വലി ഈ സ്ഥലത്തു നിന്നാണ് അത്ര ദുബായിലേക്കുള്ള എല്ലാ വെള്ളം പോണത്. കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവിടുന്ന് ഉപ്പൊക്കെ മാറ്റിയിട്ട് നല്ല വെള്ളമാക്കിയിട്ട് പോണ സ്ഥലമാണ്. ഞാനൊരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതാണ് സംഭവം. ഇതാണ് കടല് കൊണ്ട് കുളിക്കാന്ന് പറയുന്നത്. നമുക്ക് കുളിക്കുമ്പോൾ ഇങ്ങനെ കാണാം, പിന്നെ കുളിച്ച് തീരലുണ്ടാവും. നിങ്ങൾ കടല് കാണാം. താഴേക്ക് നല്ല അടിപൊളി റിവറും ഉണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ കുളിക്കാൻ തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ മോനെ റൂമിലാക്കി ഞങ്ങളിപ്പം ദുബായ് മോളിൽ പോവാന്ന് വിചാരിച്ചു. എമിറേറ്റ്സ് മോളിൽ പോവാന്ന് വിചാരിച്ചു. ഇന്നലെ ദുബായ് മോളിൽ അവനെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ എടുത്തോണ്ട് നടക്കുമായിരുന്നു അത്രയും ദൂരം. അപ്പൊ എനിക്ക് നല്ല ഷൂ ബൈറ്റൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അവനെ ഞാൻ ഫ്രണ്ടിന്റെ മോളുടെ അടുത്താക്കി ഞാനും ഫ്രണ്ടും മാത്രമാണ് എമിറേറ്റ്സ് മോളിൽ പോണത്. അങ്ങനെ നമുക്ക് എമിറേറ്റ്സ് മോളിൽ പോവാം.
ഇന്നലെ ദുബായ് മോളിൽ പോയപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അവനെ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല, ഏത് ഷോപ്പിൽ കയറിയാലും ഞങ്ങൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ 2 ടോപ്പ് അവന് വേണ്ടിയിട്ട് എടുത്തിട്ട് വരും. ചിലപ്പോൾ സൈസൊക്കെ അവനേക്കാളും ചെറുതായിരിക്കും, അത് മതി എന്ന് പറയും. അങ്ങനെ ഫുൾ കച്ചറയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തൽക്കാലം ആളെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു അവനെ ഞാൻ റൂമിൽ ഫ്രണ്ടിന്റെ മോളുടെ അടുത്താക്കി പിന്നെ ഞങ്ങൾ പോവാം. അങ്ങനെ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിലെത്തി. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കുറേ ലേറ്റ് ആയി. കാരണം എനിക്കൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പോവാ എടുക്കുക, എന്താണോ കാണുന്നത് അത് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൾ അങ്ങനെ അല്ല, മണിക്കൂറാണ് നമ്മൾ കയറ്റി വിട്ടേക്കുന്നത്. ആരോ ഡോഗിനെ കൊണ്ടിട്ട് അതിലേ പോകുന്നുണ്ട്. അവിടെ ഡോഗൊക്കെ അലൗഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ, അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അങ്ങോട്ട് വരുമോ? നമുക്ക് ജിയിൽ പോയാലോ ആദ്യം? ഓ മൈ ഗോഡ്, കൺട്രോൾ തരണേ ദൈവമേ. അറബിക് ഡെസേർട്ട് ഒക്കെ ഉണ്ട്. മനു കൺട്രോൾ. നമ്മൾ ഫുഡ് കഴിക്കട്ടെ ആദ്യം. ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, കുനാഫ. ഇതൊക്കെ കാണുമ്പോ നമ്മൾ അങ്ങോട്ട് മറന്നു പോവും നമ്മുടെ ഡയറ്റും എല്ലാം. നമ്മൾ ജീവിക്കുന്ന തന്നെ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള തോന്നലാണ് അപ്പ വരാ. ഇതൊരു ലെബനൻ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഒരു ലെബനീസ് ഫീലാണ് ഇവിടെ. ഓ, ഈ ഒരു റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമൻ ലെബനീസ് അങ്ങനെ ഒരു ഫീലാണ്. ചളിയല്ലാണ്, അതാ പ്ലേറ്റിന്റെ ഭംഗി അങ്ങനെയാണ്. ഓ യാ, അവരെന്തൊക്കെയോ പണിയെടുക്ക. ഇതാണ് ഞങ്ങള് ദുബായിൽ വന്നിട്ട് ദുബായ് കാണാനല്ല കേട്ടോ, നല്ല നല്ല റെസ്റ്റോറന്റ് കണ്ടുപിടിക്കുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല ഷോപ്പിംഗ് ആയി ചീപ്പായിട്ട് അവിടെ നല്ല ഡ്രസ്സസ് ഒക്കെ കിട്ടും, അത് കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങള്. ഇവിടെ അവന് കളിക്കാനുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട്. സോ നമുക്ക് ഭക്ഷണവും കഴിക്കാം, അവന് കളിക്കുകയും ചെയ്യും. Six years. What's his name? His name is Naman. Naman. മനുവിനെ താഴെ കളിക്കാൻ വിട്ടു. സോ ദാറ്റ് അവൻ അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യാം. ഒരു ലെബനീസ് റോമൻ കൾച്ചറാണ് കാണുന്നത്. യുനോ, അവരുടെ ആ ഒരു ബിൽഡിംഗ് സ്റ്റൈലിനൊക്കെയാണ്. ദൈവമേ, ഇതൊക്കെ ഐസ്ക്രീംസ് ആണ് കേട്ടോ. കണ്ടപ്പോ ഞാൻ വെച്ച് ബീച്ച് എങ്ങാനാണ്. Gelatos? Yeah. Gelato. It's not ice creams? They are not ice creams, they are gelatos. അത് നമ്മൾക്ക് ഇത്രയല്ലേ അറിയുള്ളൂ. നമ്മളുടെ ഞാനൊന്നാമത് കഴിക്കാറില്ല, പക്ഷെ കാണുമ്പോ Look at the Ferrero Rocher one. ഓ, ഇനി ഫിഷ് വരാനുണ്ട് കേട്ടോ. ഫിഷ് വന്നിട്ടില്ല. ഇത് ലോബ്സ്റ്റർ ആണോ വന്നേക്കുന്നത്? ഇത് ഫിഷ് ആണ്. ഫില്ലറ്റാണ്. അമൂർ ഫിഷാ? അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു നീണ്ട നേരം തന്നെ ഉണ്ടായിരുന്നു. എന്ത് കഴിക്കണം എന്നുള്ളൊരു സംശയമായിരുന്നു, ഏത് രാജ്യത്തിന്റെ കഴിക്കണം എന്നുള്ളത്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയാറ്. ഞാനങ്ങനെ പൊതുവെ കഴിക്കാറില്ല, പക്ഷെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് കാണുമ്പോൾ എല്ലാം കഴിക്കണം എന്ന്. പക്ഷെ വയറ് ഭയങ്കര ചെറുതായതുകൊണ്ട് കുറച്ചേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഹാപ്പി ആക്കുന്ന തരത്തിലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്.
കുട്ടികളുടെ ഫേവറേറ്റ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവര് വേറെ ഒന്നും കഴിക്കില്ല. നമ്മൾ can I push you? I'll open that envelope. Yeah. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പെയാണ് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. പക്ഷെ ഞാൻ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അവനവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ടും ചെയ്യാം. Remove your shoes. Remove your shoes. Say hi. It's fine for a day, right? Hi. Hi. Remove your shoes. വർക്കൗട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ഇരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. അറിയില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. ധൈര്യമായിട്ട് കളിച്ചങ്ങ് തോറ്റു. ഞങ്ങളിന്ന് ലഞ്ചിന് പോണത് എന്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന എന്റെ ബ്രദറിന്റെ കൂടെയാണ്. ഇതാണ് എന്റെ ബ്രദർ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വെച്ചാൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പക്ഷെ എന്നാലും എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എന്റെയും കൂടെ ബ്രദറാണ്. അപ്പൊ ഇവൻ കുഞ്ഞി നിക്കറിട്ട് നടക്കുന്ന കാലത്ത് മുതൽ എനിക്ക് പരിചയമുണ്ട്. എടാ അന്ന് നീ ഏത് ക്ലാസ്സിലായിരുന്നു? അല്ല സിക്സ്ത്. കുഞ്ഞിയാ. നിനക്ക് അന്ന് എന്റെ തമാശകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? അതെന്റെ അച്ഛന് തമാശയാ. പ്രിസ്ക്രിപ്ഷൻ അത് അച്ഛന് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. പ്രിസ്ക്രിപ്ഷൻ അച്ഛന് ദേഷ്യം വന്നിട്ട് പറഞ്ഞതാണ് ആ പിഷ്കിഷ്പൻ എടുക്കൂന്ന്. സോ അങ്ങനെ ഇവന്റെ മുഖം നിങ്ങൾക്ക് ആരുടെങ്കിലും മുഖമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നവ്യ നായർ, അവളുടെ സ്വന്തം ബ്രദറാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് അവന്റെ കൂടെയാണ് എന്തിനു പോണത്? ഫുഡ് കഴിക്കാൻ പോണത്, ലഞ്ച് കഴിക്കാൻ പോണത്. പിന്നെ നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോടാ? എന്താ നല്ലത് പറയണേ? അത് മാത്രമേ പറയൂ. എനിക്ക് നിമ്മി ചേച്ചി നിത്യ ചേച്ചി രണ്ടുപേരെയും കൊച്ചിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ. പിന്നെ എന്താ ഭയങ്കര തമാശ. ലൈക്ക് എനിക്ക് ഏറ്റവും ചിരിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നത് നിത്യ ചേച്ചിയാണ്. താങ്ക് യുടാ. ഇപ്പൊ കോഴിക്കോട് പോയി കഴിഞ്ഞാലും അല്ലാതെ വീട്ടിൽ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് തമാശ ചിരിച്ച് എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് തമാശകൾ സമ്മാനിച്ച ഒരാളാണ് നിത്യ ചേച്ചി. അതാണ് ഫസ്റ്റ്. പിന്നെ എപ്പോ ദുബായിൽ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഒരു ലഞ്ചോ ഡിന്നറോ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. Thank you. Yeah, first floor will come, then later water will come. നന്നായിട്ട് അങ്ങോട്ട് കഴുകും. പുറത്ത് കഴുകും നന്നായിട്ട്. finish. ഷേക്ക് ഷാക്കിന്റെ ബർഗർ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വെജിറ്റേറിയൻകാർക്ക് ഇത്രയും അടിപൊളിയായിട്ടൊരു മഷ്റൂം ബർഗർ കഴിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ബർഗർ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇത്രയും ആസ്വദിച്ച് കഴിച്ച ഒരു ബർഗർ അടിപൊളിയായിരുന്നു. ദുബായ് പോയിട്ട് കാര്യമായിട്ട് ഭക്ഷണം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മോള് മുഴുവൻ ഞങ്ങളൊന്ന് നടന്നു. അവിടെ അധികം അറബ്സ് മാത്രം വരുന്നൊരു മോളാണ് കേട്ടോ. ദുബായിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഇപ്പൊ ഞങ്ങൾ എത്തിയേക്കുന്നത് വാഫി മോളിലാണ്. ഇവിടെയാണ് ലൈറ്റിന്റെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് വേറൊരു മോളാണ്. ലൈറ്റുകളുടെ ഒരു ലോകമായിരുന്നു. ഈ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലേ ഈ കുറെ ലൈറ്റിന്റെ വിഷ്വൽസ് ഒക്കെ? അതുപോലെ ഒരു വല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അവര് ലൈറ്റിനെ കൊണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫ്ലൈറ്റിന്റെ മേലെ കൂടെ പോകുമ്പോൾ താഴെ നോക്കുമ്പോൾ നമുക്ക് നിറയെ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയാണോ സ്വർഗം ഉണ്ടാവുക എന്ന്. അതുപോലെ ഒരു സ്വർഗത്ത് പോയ ഒരു പ്രതീതിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു.
ഇത് മെറീന അല്ല, ഒരു പ്രൈവറ്റ് ഒരു ബോട്ടിന്റെ പ്ലേസ് ആണ്. ഓരോ ആൾക്കാരുടെ സ്വന്തം സ്വന്തം ബോട്ട് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. നൈസ് നൈസ് സൺസെറ്റ്. യെസ് പറയൂ. വലിയ ഷിപ്പ് ഉണ്ടോ എവിടെ? യാ ക്വീൻ എലിസബത്ത് ആണത്. ക്വീൻ എലിസബത്ത് എവിടെ എവിടെ എവിടെ? യാ യാ യാ. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. സ്ലോ slow. I'll go first, then I'll take you. Wait. Can we get in? Wait. Go inside. One side balance illa. You go. I'll take you 1 second. Nana, please. Come. Can we go sit down? Yeah, we can go here. പോവാ, നമുക്ക് ഉള്ളിലേക്ക് പോവാ. ഫ്രണ്ടില് ഉള്ളില് റൂമുണ്ട്. Oh my god. Oh, bed ഉണ്ട്. Yeah. Wow. Chips ഉണ്ട്. You can sleep here. Oh yeah. Chips. Oh my god, I want to go sit here. Oh my god, I want to sit here. You want to sit here? Yeah. We are going up. I want to sit here. സൺസെറ്റ് കുറച്ച് മിസ്സായി പോയി. ഒരു നല്ല പാട്ട് വെക്കാമോ? മ്യൂസിക് പ്ലീസ്.
അങ്ങനെ ദുബായ് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പോവാണ്. ഇപ്പം 12 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾറെഡി 9 മണിയായി. അപ്പൊ നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് ഇറങ്ങാന്നുള്ളത്. ആക്കറോ സോ എന്താ പറയാ, ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം, ഇവിടേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എന്താണെന്ന് അറിയില്ല. അധികം ആൾക്കാർക്കുണ്ട് ഈ മണ്ണിനോട് വല്ലാത്തൊരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും എനിക്കറിയാം ഇനിയും എനിക്ക് ഒരുപാട് പ്രാവശ്യം തിരിച്ചു വരാൻ പറ്റുമെന്നൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് ഓൺ വാച്ചിങ്.